ഹായ് വ്യൂവേഴ്സ്, IT അരീക്കോട് ഫിറ്റർ ഫസ്റ്റ് ഇയർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് പൊളാരിറ്റി ആൻഡ് ആർക്ക് ലെങ്ത് ഇൻ വെൽഡിംഗ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ITയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ ആർക്ക് വെൽഡിങ്ങിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് പൊളാരിറ്റി ഇൻ ആർക്ക് വെൽഡിംഗ് എന്നാണ്. പൊളാരിറ്റി ഇൻ ആർക്ക് വെൽഡിംഗ്. പൊളാരിറ്റി ഇൻ DC പവർ സോഴ്സ്. ദ പൊളാരിറ്റി ഓഫ് എ മെഷീൻ റെഫേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് ദി കറണ്ട് ഫ്ലോ. ഒരു പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷനാണ്. ഏത് ഡയറക്ഷനാണ് കറണ്ട് ഫ്ലോ വരുന്നത് അതനുസരിച്ചാണ് പൊളാരിറ്റി വരുന്നത്. ദി പൊളാരിറ്റി ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഓൺലി ഇൻ DC. പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ DC മെഷീന് മാത്രമേ ബാധകമുള്ളൂ. കാരണം DCക്ക് മാത്രമേ നമ്മൾ പോസിറ്റീവും നെഗറ്റീവും കാണുന്നുള്ളൂ. AC പോസിറ്റീവ് നെഗറ്റീവ് ഇല്ല. അതുകൊണ്ട് DC മെഷീൻസ്, DC ആർക്ക് വെൽഡിംഗ് മെഷീൻസ് മാത്രമേ നമ്മൾ പൊളാരിറ്റി നോക്കേണ്ടതുള്ളൂ. പൊളാരിറ്റി മേ ബി സ്ട്രൈറ്റ് ഓർ റിവേഴ്സ്. പൊളാരിറ്റി ഒന്നുകിൽ സ്ട്രൈറ്റ് ആവാം അല്ലെങ്കിൽ റിവേഴ്സ് ആവാം. പക്ഷെ റിവേഴ്സ് പൊളാരിറ്റി എന്താണ്? റിവേഴ്സ് പൊളാരിറ്റി നോക്കാം. When the electrode cable is connected to the positive terminal, it is called positive polarity or reverse polarity. ഇലക്ട്രോഡ് കേബിള് നമ്മൾ പോസിറ്റീവും ടെർമിനലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ പോസിറ്റീവ് പൊളാരിറ്റി അല്ലെങ്കിൽ റിവേഴ്സ് പൊളാരിറ്റി എന്ന് വിളിക്കുന്നു. ചിത്രത്തിൽ ശ്രദ്ധിക്കുക. ആർക്ക് വെൽഡിംഗ് മെഷീൻ്റെ മുകളിൽ പോസിറ്റീവ് എന്ന് കാണുന്ന ഇടതുവശത്ത് ഈ പോസിറ്റീവ് ലീഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇലക്ട്രോഡ് ഹോൾഡർ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോഡ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ റിവേഴ്സ് പൊളാരിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ടെർമിനൽ ഒന്നുകിൽ ഇലക്ട്രോഡായിട്ട് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ വർക്കുമായിട്ട് കണക്ട് ചെയ്യാം. രണ്ടും മാറി മാറി കണക്ട് ചെയ്യാൻ പറ്റും. അഥവാ നീ ഇലക്ട്രോഡ് ഹോൾഡറായിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് റിവേഴ്സ് പൊളാരിറ്റി. ദി പൊളാരിറ്റി ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ്. അപ്പോൾ ഇതിനെ സാധനം നമ്മൾ ഈ ഒരു പൊളാരിറ്റി നമ്മൾ വിളിക്കൽ DCEP എന്നാണ്. DCEP എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ് എന്നാണ് ഇതിന് സാധാരണഗതിയിൽ വിളിക്കാറ്. ഓക്കെ, അടുത്തത് പറയുന്നത് സ്ട്രൈറ്റ് പൊളാരിറ്റിയാണ്. സ്ട്രൈറ്റ് പൊളാരിറ്റി. വെൻ ദി ഇലക്ട്രോഡ് കേബിൾ ഈസ് കണക്റ്റഡ് ടു ദി നെഗറ്റീവ് ടെർമിനൽ ഇറ്റ് ഈസ് കാൾഡ് നെഗറ്റീവ് പൊളാരിറ്റി ഓർ സ്ട്രൈറ്റ് പൊളാരിറ്റി. അപ്പോൾ ഇതിൽ ഉള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഇത് ഇലക്ട്രോഡ് കേബിൾ ഇതിൻ്റെ ഇലക്ട്രോഡിൻ്റെ കേബിൾ കണക്ട് ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് പോളുമായിട്ടാണ്. ചില ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നെഗറ്റീവ് പോളുമായിട്ടാണ് ഇലക്ട്രോഡ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ വിളിക്കൽ സ്ട്രൈറ്റ് പൊളാരിറ്റി എന്നാണ് വിളിക്കുക. സ്ട്രൈറ്റ് പൊളാരിറ്റി ഓർ അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോഡ് കേബിൾ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തതിനോട് നെഗറ്റീവ് പൊളാരിറ്റി എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ സ്ട്രൈറ്റ് പൊളാരിറ്റി എന്നും പറയുന്നു. ദി പൊളാരിറ്റി ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ്. ഇതിനെ ഈ പൊളാരിറ്റിക്ക് നമ്മൾ പറയുന്നത് DCEN എന്നാണ്, ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ്. അപ്പോൾ DCEP എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ്, DCEN എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ്. AC ഹാസ് നോ പൊളാരിറ്റി. നമുക്കറിയാം ACക്ക് പൊളാരിറ്റി ഇല്ല. The total heat produced in DC arc consists of 2/3 heat from the positive terminal 66% and 1/3 heat from the negative terminal 33%. ഇനി അടുത്ത് പറയാൻ വേണ്ടി നമ്മൾക്ക് ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് മാറി മാറി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അഡ്വാൻറ്റേജ്, എന്താണ് ആ കറണ്ടിനുള്ള വ്യത്യാസം എന്ന് പറയാൻ പോകുന്നത്. ഇത് പറഞ്ഞ പ്രകാരം നമ്മൾ എവിടെയാണോ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിട്ടുള്ളത് ആ കണക്ട് ചെയ്ത സ്ഥലത്താണ് 2/3 മൂന്നിൽ 2 അല്ലെങ്കിൽ 66% ചൂടും ലഭിക്കുന്നത് അതിലാണ്. DC ആർക്ക് വെൽഡിംഗ് മെഷീനിൽ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്നത് അത് ചിലപ്പോൾ വർക്കാവാം അല്ലെങ്കിൽ ഇലക്ട്രോഡാവാം. അത് കണക്ട് ചെയ്തിരിക്കുന്നതിൽ എവിടെ നിന്നും 2/3 ഹീറ്റും പോസിറ്റീവ് ടെർമിനലാണ് എത്തുന്നത്, അല്ലെങ്കിൽ 66%. അതുപോലെ അതിൻ്റെ 1/3 ഹീറ്റ് ഫ്രം ദ നെഗറ്റീവ് ടെർമിനൽ 33%. അതുപോലെ
1/3 ഹീറ്റ്, 33% ഹീറ്റ് ലഭിക്കുന്നത് നെഗറ്റീവ് ടെർമിനലാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പോയിന്റ്. ചൂട് കൂടുതൽ ലഭിക്കുന്നത് പോസിറ്റീവ് ടെർമിനലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വളരെ കനം കുറഞ്ഞ വർക്കൊക്കെ നമുക്ക് വെൽഡ് ചെയ്യുമ്പം സാധാരണഗതിയിൽ വർക്കിലേക്ക് ചൂട് കുറച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇലക്ട്രോഡിലേക്ക് കൂടുതൽ ചൂട് കൊടുക്കാം. അതല്ല, കൂടുതൽ കനമുള്ള വർക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ വർക്കിലേക്ക് കൂടുതൽ ഹീറ്റ് കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വർക്ക് പോസിറ്റീവ് ടെർമിനലായിട്ട് കാണിച്ചിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ നമ്മൾ പൊളാരിറ്റി കൊണ്ട് നമുക്കുള്ള അഡ്വാൻറ്റേജ്. അടുത്തായിട്ട് പറയാൻ പോകുന്നത് ആർക്ക് ലെങ്ത് ആൻഡ് ഇറ്റ്സ് എഫക്ട്സ്. ആർക്ക് ലെങ്ത്, അതിൻ്റെ ഫലങ്ങൾ. ആദ്യം എന്താണ് ആർക്ക് ലെങ്ത് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദി സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇലക്ട്രോഡ് ടിപ്പ് ആൻഡ് ദി ജോബ് സർഫസ് വെൻ ദി ആർക്ക് ഈസ് ഫോർമഡ്. അപ്പോൾ എന്താണ് ആർക്ക് ലെങ്ത് നോക്കാം. ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡ് ടിപ്പും ജോബ് സർഫസുമായിട്ടുള്ള സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് ആണ്. ഇലക്ട്രോണിൻ്റെ അറ്റത്ത് നിന്ന് വർക്കിലേക്ക് എത്ര അകലുണ്ട്, ഇതിനാണ് നമ്മൾ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. എത്രയാണ് അകലുള്ളതെന്ന് അനുസരിച്ചും പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിച്ചത്. നമുക്കറിയാം, ഒരു ആർക്ക് വെൽഡിങ് ചെയ്യുമ്പം ഒരു കാരണവശാലും ഇലക്ട്രോണിക് ടിപ്പ് വർക്കിലേക്ക് മുട്ടാൻ പാടില്ല. ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിരിക്കണം. ഈ ഗ്യാപ്പിനാണ് നമ്മൾ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. ദർ ആർ 3 types ഓഫ് ആർക്ക് ലെങ്ത്. പ്രധാനമായി 3 തരത്തിലുള്ള ആർക്ക് ലെങ്ത് ആണ് ചെയ്യുന്നത്. നോർമൽ, ലോങ്, ഷോർട്ട്. 3 തരത്തിലുള്ള ആർക്ക് ലെങ്ത് ചെയ്യുന്നു. ഒന്നുകിൽ നീളം കൂടിയതായിരിക്കും, അല്ലെങ്കിൽ നോർമൽ ആർക്ക് ലെങ്ത് ഉണ്ട് സാധാരണ ഗതിയിലുള്ള. ലോങ്, ഡിസ്റ്റൻസ് കൂടിയത്. ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കുറഞ്ഞത്. 3 തരത്തിലുള്ളതാണ് വരുന്നത്. ആ ചിത്രങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റും എന്താണ് ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പറയാവുന്നത് നോർമൽ ആർക്ക് ലെങ്ത് എന്താണെന്ന് നോക്കാം. നോർമൽ ആർക്ക് ലെങ്ത്. ദി കറക്റ്റ് ആർക്ക് ലെങ്ത് ഓർ നോർമൽ ആർക്ക് ലെങ്ത് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദി ഡയമീറ്റർ ഓഫ് ദി കോർ വയർ ഓഫ് ദി ഇലക്ട്രോഡ്. അപ്പോൾ എന്താണ് നോർമൽ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഒരു ഡയമീറ്ററിൻ്റെ കോർ വയർ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു ഇലക്ട്രോണിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള കോർ വയറിൻ്റെ ഡയമീറ്ററും പ്ലസ് അതിൻ്റെ ഫ്ലക്സ് പൂശുന്ന ഡയമീറ്ററും രണ്ടും കൂടിയാണ് ടോട്ടൽ ഡയമീറ്റർ. അപ്പോൾ നമ്മൾ കോർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള കമ്പിയുടെ മാത്രം ഡയമീറ്റർ. അപ്പോൾ ആ ഒരു സാധാരണ നോർമൽ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ആ കമ്പിയുടെ എത്രയാണോ വണ്ണം അതിൻ്റെ അത്രയും ഡിസ്റ്റൻസാണ് സാധാരണ രീതിയിൽ വരില്ല. ഉദാഹരണമായിട്ട് 4 mm കോർ വയർ ആണെങ്കിൽ നമുക്ക് 4 mm ഡിസ്റ്റൻസിൽ വെക്കാം. 6 mm കോർ വയർ ആണെങ്കിൽ 6 mm ഡിസ്റ്റൻസിൽ വെക്കാം. അതൊരു അപ്രോക്സിമേറ്റ്ലി ആണ്. അങ്ങനെ ചെയ്യുന്നതിനാണ് നോർമൽ ആർക്ക് ലെങ്ത് എന്ന് വിളിക്കുന്നത്. അടുത്തത് പറയുന്നത് ലോങ് ആർക്ക് ലെങ്ത്, നീളം കൂടിയത്. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടിപ്പ് ഓഫ് ദി ഇലക്ട്രോഡ് ആൻഡ് ദി ബേസ് മെറ്റൽ ഈസ് മോർ ദാൻ ദി ഡയമീറ്റർ ഓഫ് ദ കോർ വയർ, ഇറ്റ് ഈസ് കാൾഡ് ലോങ് ആർക്ക്. അടുത്ത ലോങ് ആർക്ക് എന്താ നോക്കാം. ആ ഇലക്ട്രോഡിൻ്റെ കോറിൻ്റെ ഡയമീറ്ററേക്കാൾ കൂടുതൽ ആണ് ഇതിൻ്റെ ഹൈറ്റ് വ്യത്യാസം. ഏതിൻ്റെ വ്യത്യാസം? ഇലക്ട്രോഡിൻ്റെ ടിപ്പും ബേസ് മെറ്റലും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലക്ട്രോഡിൻ്റെ കോഡ് വാറിനേക്കാളും കൂടുതലാണ്. അതിനാണ് നമ്മൾ ലോങ് ആർക്ക് എന്ന് ശ്രദ്ധിക്കുക. ചിത്രം ശ്രദ്ധിക്കുക. ആ എൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിസ്റ്റൻസ് കൂടുതലാണ്. ഇതിനാണ് നമ്മൾ ലോങ് ആർക്ക് ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് ഷോർട്ട് ആർക്ക് ലെങ്ത് എന്താണെന്ന് നോക്കുക. ഷോർട്ട് ആർക്ക് ലെങ്ത്. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടിപ്പ് ഓഫ് ദി ഇലക്ട്രോഡ് ആൻഡ് ദി ബേസ് മെറ്റൽ ഈസ് ലെസ് ദാൻ ദി ഡയ ഓഫ് ദി കോർ വയർ, ഇറ്റ് ഈസ് കാൾഡ് ഷോർട്ട് ആർക്ക്. അപ്പോൾ എന്താണ് ഷോർട്ട് ആർക്ക് ലെങ്ത് നോക്കുക. ഇലക്ട്രോഡിൻ്റെ അറ്റത്ത് നിന്ന് ബേസ് മെറ്റലിലേക്കുള്ള അകലം വളരെ കുറവാണ്. എന്തിനാണ്? ആ ഇലക്ട്രോഡിൻ്റെ ഡയമീറ്ററിനേക്കാളും കുറവാണ്. അങ്ങനെയുള്ള അവസ്ഥയിലാണ് നമ്മൾ അതിനെ ഷോർട്ട് ആർക്ക് ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഷോർട്ട് ആർക്ക് ലെങ്ത് വളരെ കുറവാണെങ്കിൽ മാത്രം ഷോർട്ട് ആർക്ക് ലെങ്ത്. അത് ചിത്രം ശ്രദ്ധിച്ചാൽ മറ്റേ എന്നുള്ള അളവ് വളരെ കുറവാണ്. ഇനി എഫക്ട്സ് ഓഫ് ആർക്ക് ലെങ്ത്. എന്തൊക്കെയാണ് ഈ ആർക്ക് ലെങ്ത്തിൻ്റെ ഫലങ്ങൾ എന്ന് നോക്കാം. അല്ലെങ്കിൽ നമ്മൾ ഓരോ ആർക്ക് ലെങ്ത് വ്യത്യാസപ്പെടുമ്പോൾ എന്ത് മാറ്റമാണ് വരുന്നത് പരിശോധിക്കാം. ഫസ്റ്റ് ലോങ് ആർക്ക് എന്താ നോക്കാം. ലോങ് ആർക്ക് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയാണ്? ലോങ് ആർക്ക് ലെങ്ത് മേക്ക് എ ഹമ്മിങ് സൗണ്ട്. ഇതിന് ഹമ്മിങ് സൗണ്ട് ഉണ്ടാവും. ഹമ്മിങ് സൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേക മൂളക്കം സൗണ്ടാണ് വരുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ.
ദി ആർക്ക് ഈസ് അൺസ്റ്റേബിൾ. നമുക്കറിയാം ശരിയായിട്ടുള്ള ആർക്ക് വെൽഡിങ് നടക്കില്ല ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ. ആ സമയത്ത് അത് അൺസ്റ്റേബിൾ ആയിരിക്കും. കോസസ് ഓക്സിഡേഷൻ ഓഫ് ദ വെൽഡ് മെറ്റൽ. നമുക്കറിയാം വെൽഡ് മെറ്റലിൻ്റെ മുകളിൽ ചെറിയൊരു ഓക്സിഡൻ്റ് ആവരണം ഇത് വരും, കാരണം ശരിയായിട്ട് അതിൻ്റെ ഒരു കവറിങ് വരുന്നില്ല. അതുകൊണ്ട് ഫ്യൂഷൻ ആൻഡ് പെനിട്രേഷൻ ഈസ് പുവർ. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉരുകൽ, അതുപോലെ പെനിട്രേഷൻ അതിലേക്ക് ആഴ്ന്നിറങ്ങും, ഇത് രണ്ടും കുറവായിരിക്കും. പുവർ കൺട്രോൾ ഓഫ് മോൾട്ടൺ മെറ്റൽ. ആ മോൾട്ടൺ ഉരുകിയ മെറ്റൽ ശരിയായിട്ട് കൺട്രോൾ ലഭിക്കുന്നില്ല. ശരി കൺട്രോൾ ആവാതെ അത് ക്ലിയർ ആയിട്ട് പെനിട്രേറ്റ് ആവുന്നില്ല. ക്രിയേറ്റ്സ് മോർ സ്പാറ്റേഴ്സ് റിസൾട്ടിങ് ഇൻ വേസ്റ്റേജ് ഓഫ് ഇലക്ട്രോഡ് മെറ്റൽ. സ്പാറ്റർ എന്ന് പറഞ്ഞാൽ മെറ്റലിൻ്റെ പുറത്ത് വരുന്ന പൊടികളാണ്. ഈ സ്പാറ്റർ അധികം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ശരിയായിട്ട് നിറയെ പൊടികളൊക്കെ പുറത്ത് ചുറ്റും നമ്മൾ ശരിയായിട്ട് വെൽഡിങ് നടക്കില്ല. അടുത്ത ഷോർട്ട് ആർക്ക്. ഇറ്റ് മേക്സ് എ പോപ്പിംഗ് സൗണ്ട്. ഇതിന് ഒരു പോപ്പിംഗ് സൗണ്ടാണ് ഷോർട്ട് ആർക്കിനുള്ളത്. സൗണ്ട് ഹമ്മിങ് സൗണ്ട് അല്ല, ഒരു പോപ്പിംഗ് സൗണ്ട്, വേറൊരു രീതിയിലുള്ള സൗണ്ടാണ് ഇതിൽ വരുന്നത് കൂടുതൽ അടുത്ത് പോയി കഴിഞ്ഞാൽ. ദി ഇലക്ട്രോഡ് ഹാവ് മെൽറ്റ് സ്ലോലി ആൻഡ് ട്രൈ ടു ഫ്രീസ് ദി ജോബ്. ഇലക്ട്രോഡ് പെട്ടെന്ന് വളരെ അടുത്ത് പോയത് കൊണ്ട് ആ ജോബായിട്ട് മുട്ടാനും അതിന് ഒട്ടിപ്പിടിക്കാനും സാധ്യതയുണ്ട്. ഹയർ മെറ്റൽ ഡെപ്പോസിഷൻ വിത്ത് നാരോ വിഡ്ത്ത് ബീഡ്. ചെറിയൊരു ഗ്യാപ്പിൽ ചിലപ്പോൾ കൂടുതൽ മെറ്റൽ അതിലേക്ക് വീണ് പോയേക്കാം, കാരണം കൂടുതൽ അടുത്തായതുകൊണ്ട്. ലെസ് പാറ്റേഴ്സ് കുറവായിരിക്കും. ഫ്യൂഷൻ ആൻഡ് പെനിട്രേഷൻ ഈസ്. ഫ്യൂഷനും പെനിട്രേഷനും പൊതുവെ കുറവായിരിക്കും, ശരിക്കും ആഴ്ന്നിറങ്ങില്ല. ഓക്കെ, ഇനി നോർമൽ ആർക്ക് ലെങ്ത് നോക്കാം. നോർമലായിട്ട് ആർക്ക് ലെങ്ത്തിന് എന്തൊക്കെ പ്രത്യേകതയാണ്? എ സ്റ്റേബിൾ ആൻഡ് പ്രൊഡ്യൂസർ സ്റ്റഡി ഷാർപ്പ് ക്രാക്ലിംഗ് സൗണ്ട്. ഏകദേശം ഒരു പടക്കം പൊട്ടുന്ന മാതിരി ചെറിയ ഒരു ഒച്ചയാണ് സാറ് ശരിയായിട്ടുള്ള സൗണ്ട് എന്ന് പറഞ്ഞത്. ഇലക്ട്രോഡ് ബേൺസ് ഈവൻലി. ഇലക്ട്രോഡ് ശരിയായിട്ട് ഉരുകി തീരും. ലെസ് സ്പാറ്റേഴ്സ്, കുറച്ച് സ്പാറ്റേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. കറക്റ്റ് ഫ്യൂഷൻ ആൻഡ് പെനിട്രേഷൻ. ശരിയായിട്ട് ഉരുകി ചേരും, അതുപോലെ പെനിട്രേറ്റ് ചെയ്യും. ദ സൈസ് ഓഫ് മെറ്റൽ ഡെപ്പോസിഷൻ ഈസ് കറക്റ്റ്. ആ മെറ്റൽ ശരിയായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും അതിൻ്റെ ഒട്ടിലൊക്കെ. ഇതാണ് സാധാരണ ഒരു നോർമൽ ആർക്ക് ലെങ്ത്തിൻ്റെ ഫലങ്ങൾ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആർക്ക് ലെങ്ത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, അതുപോലെ പൊളാരിറ്റി ഇൻ വെൽഡിങ്ങിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്സ്.